വേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശിത്തന്നിടണം. അപകടത്തിൽ മരണപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടു. ഇതിനു മുമ്പ് നിരവധി മരണങ്ങൾ, നിരവധി അപകടങ്ങൾ ഈ റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥ മൂലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട മുനിസിപ്പാലിറ്റിയോടും അതുപോലെ തന്നെ അധികൃതരോടും കാസർഗോഡിന് ഒരു പുതിയ റീപ്ലാൻ വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഏറെ കാലമായി. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ ഒരു മാപ്പ് പുതുക്കാൻ, ആ മാപ്പ് പുതുക്കിയൊരു മാപ്പ് ഉണ്ടാക്കാൻ, കാസർഗോഡിനൊരു പ്ലാൻ ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കാലകാലങ്ങളിൽ ഇവിടെ വിജയിക്കുന്നത് മുസ്ലിം ലീഗാണ്. CT അഹമ്മദ് അലി കേരളത്തിൻ്റെ നിയമസഭയിലെ MLA തന്നെ മന്ത്രിയായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം ചെർക്കളം അബ്ദുല്ല സാഹിബ് മന്ത്രിയായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇതുവരെ ഏറ്റവും അവസാനം കലക്ടർ മായിനാജിയുടെ വിജയത്തോടുകൂടി മുസ്ലിം ലീഗാണ് ഈ നിയമസഭ മണ്ഡലത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കാസർഗോഡിനെ പുതുക്കി പണിയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കാസർഗോഡ് റീപ്ലാൻ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അതേ ടൗണാണ് ഇപ്പോൾ ഉള്ളത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ റോഡിലിറങ്ങുകയാണ്. ആളുകളുടെ സഞ്ചാരം കൂടിക്കൊണ്ടുവരികയാണ്. നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഒരു കാലഘട്ടത്ത് രാമണ്ണറായി അന്നത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു. ആ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഉണ്ടാകുമ്പോൾ മർഹൂം PM അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള ആളുകൾ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൈയാളുമ്പോൾ അന്ന് ഇവിടെ ഒരു റീപ്ലാൻ വേണമെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. ഈ 30 വർഷമായിട്ട് പോലും, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും അത് യാഥാർത്ഥ്യമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അനധികൃത കെട്ടിടം ഇവിടെ വരികയാണ്. ഒരു മാനദണ്ഡമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ അധികാരികൾ കോഴ വാങ്ങിക്കൊണ്ട് പെർമിഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നടന്നു പോകേണ്ട കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജനസഞ്ചാരമുള്ളത് പഴയ ബസ് സ്റ്റാൻഡാണ്. ആ പഴയ ബസ് സ്റ്റാൻഡിലൂടെ നടന്നു പോകാൻ പോലും പറ്റുന്നില്ല. ആ നടപ്പാത കൈയടക്കിക്കൊണ്ട് അവിടെ നിന്ന് ആളുകളോട് ദിവസവും 1000-500 വാങ്ങി കച്ചവടക്കാർക്ക് നടപ്പാതയെ വിട്ടുകൊടുത്ത സാഹചര്യം കാസർഗോഡിന്റെ ഹൃദയഭാഗമായ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായി. ഇതിനെല്ലാം എതിരായിട്ട് ജനവികാരം ശക്തമായി വരികയാണ്. കൂടെയുള്ള നേതാക്കന്മാര്, സഹപ്രവർത്തകര്, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ജനങ്ങൾ ദിവസവും ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ കാസർഗോഡേക്ക് വന്നു ചേരുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ കാസർഗോഡേക്ക് പോകണം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു പേടി സ്വപ്നം പോലെയാണ് ഞങ്ങൾക്ക്. കാരണം കാസർഗോഡ് എത്തിയാൽ വന്ന പോലെ തിരിച്ചു പോകാൻ കഴിയുമോ എന്ന ആശങ്ക എല്ലാവരിലും ഇന്നുണ്ട്. അതിന് കാരണം കാസർഗോഡ് അപകടങ്ങൾ ഇങ്ങനെ പതിയിരിക്കുകയാണ്. റോഡിൽ മുഴുവനും പല ഭാഗങ്ങളിലും വേണ്ടി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഈ ആദർശ പ്രസ്ഥാനം അടങ്ങിയിരിക്കില്ല. ഇന്ന് തുടങ്ങിയ ഈ സമരം എന്നാണോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് അന്ന് വരെ ഇത് ആടി പടർന്നുകൊണ്ടിരിക്കും. ഞങ്ങളെല്ലാം ശരിയാക്കി ഇതല്ലോ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അതിന് അതീതമല്ലേ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഞങ്ങളുടെ ഈ സൂചനാ സമരം നമ്മൾ തുടക്കം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നിങ്ങൾ കണ്ണ് വെച്ച് നോക്കുന്നില്ലെങ്കിൽ ഇത് ശരിയാക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فليس له اليوم هاهنا حميم ولا طعام إلا من غسلين
വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശിത്തമിടവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശിത്തമിടണം വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശിത്തമിടണം ആറ് കാൽ തേരിലേറി ഓടരുമുത്തിടും നല്ലേണം ആരവമായി കലിമുത്തിൻ മാധുര്യം മുഴങ്ങേണം വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശിത്തന്നിടണം വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശിത്തന്നിടണം ആറ് കാൽ തേരിലേറി ഓടരുമുത്തിടും നല്ലേണം ആരവമായി കലിമുത്തിൻ മാധുര്യം മുഴങ്ങേണം വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശിത്തന്നിടണം വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശിത്തന്നിടണം ആറ് കാൽ തേരിലേറി ഓടരുമുത്തിടും നല്ലേണം ആരവമായി കലിമുത്തിൻ മാധുര്യം മുഴങ്ങേണം വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശിത്തന്നിടണം ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.